എന്തോ രാഗ ബേസ്ഡ് റൗണ്ട്. ഇത് ഏത് രാഗമാണ്? കല്യാണി. കല്യാണി. ഓക്കെ. ഇതില് വേറെ പാട്ടുകള് ജാനകി ജാനേ, പിന്നെ പൊന്മുളം തണ്ടുമോളും, അമ്മ എന്നഴയ്ക്കാതെ, വൈശാഖ പൗർണമി. ശരത് സാർ 2 പാട്ട് പറയും. മോക്ക് ഇതിൽ രാജാ സാർ ഈ രാഗത്തില് ആരോഹണം വെച്ച് മാത്രം ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. അറിയാമോ കുഞ്ഞെ? അറിയാമെങ്കിൽ അറിയാമെന്ന് പറയൂ. അറിയില്ലെങ്കിൽ അറിയില്ല. അതിന് വിഷമിക്കട്ടെ. എല്ലാവരും എല്ലാം അറിയണമെന്നില്ല മക്കളെ. അത് പറഞ്ഞതാ. സിന്ധു ഭൈരവി എന്നൊരു ചിത്രത്തിൽ ഇത് ആരോഹണം വെച്ച് മാത്രം ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. അത് കലൈവാണിയേ ഉണൈത്താനേ അழைத்தேன் உயிர்த்தீயை வளர்த்தேன் வர வேண்டும் தர வேண்டும் துதித்தேன் தொழுதேன் பலமுறை நினைத்தேன் அழுதேன் இசை தரும் கலைவாணியே. രാജാ സർ ഒരു സ്റ്റേജില് 3 നോട്ട് വെച്ചിട്ട് ഒരു പാട്ട് വെറും 3 നോട്ട്. 3 നോട്ട്. ഇത് 3 മാത്രം ശ്രേയാജി പാടി അല്ലേ? എന്താ പറയാ, അത് വേറെ ഐറ്റം. ദാനന്തനീരി തരര താരന്തരിരിരിരിരി ദരര ധനി ദര ദരര തരരി ധനി ദരര ദരര ദര ദര ദരരി ദര ദരര ദാരിരാരരീരരാരരീരേരാ മൂന്ന് നോട്ടേ ഉള്ളൂ മോളെ. പക്ഷെ അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് എന്ന് പറഞ്ഞതിന്റെ ചരണം സാറ്റുകായാണ് ഗ്ലൈഡ്. അതെന്ത് ഹൈലി റൊമാൻറ്റിക്. അതേ ഉള്ളു. പിന്നെ സരി ഗ ഗ സ രി രി ഗ രി രി സ സ ഗ ഗ രി 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 സ സ രി രി ഗ ഗ സ ഗ ഗ രി രി ഗ സ ഗ രി രി ഗ ഗ രി 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 ഗ ഗ ഗ രി ഗ രി ഗ ഗ രി ഗ രി ഗ ടി ഗ ഗ രി 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 സ സ സ സ സ രി ഗ സ സ സ രി ഗ. അത്രേ ഉള്ളൂ സ്വരം കേട്ടോ. അതിലൊരു പാട്ടുണ്ടാക്കാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത തലയത്. അത് ഒരു നിവൃത്തിയില്ല രാജാ സാറിനെ കൊണ്ട്. അതല്ല, അദ്ദേഹം ഈ 3 നോട്ട് വെച്ച് ചെയ്തിട്ട് ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള കോഡ്സൊക്കെ വെച്ചിട്ട് അമ്മേ നമ്മൾ ഓടിത്തള്ളിപ്പോവും. ഒരു നിവൃത്തിയില്ല. ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട് അത് ലൈവ്. അതെ, ശ്രേയാ ഘോഷൽ പേടിച്ച് നിന്ന് പാടുന്നത് കേൾക്കണമെങ്കിൽ ഇത് കേൾക്കുമ്പോഴും കാണുമ്പോഴും അറിയാം. ശ്രേയ മുട്ടടിക്കുന്നത് വൃത്തിയായിട്ടറിയാം. അത്രയും മനോഹരമായിട്ട് പാടുന്ന കഴിവുള്ള ഒരു പാട്ടുകാരിയാണ് ശ്രേയാ ഘോഷൽ. ശ്രേയാ ഘോഷൽ പേടിച്ച് നിൽക്കുന്ന കാര്യം, അടുത്ത് നിൽക്കുന്ന സിംഹവും പുലിയും കരടി എല്ലാം ചേർന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ ഒരു പേടി ആർക്കാണെങ്കിലും വരും. പറയേണ്ട കാര്യമില്ല. ഇതിപ്പോ എന്താണ് സംഭവിച്ചത് ഇവിടെ? ഇതിന്റെ കാര്യം പറഞ്ഞത് പിന്നെ അങ്ങോട്ടായി. അപ്പൊ മോളെ ഇതൊക്കെ കേൾക്കണം കേട്ടോ. ഈ ഒരു ഇപ്പൊ 3 നോട്ടുള്ളതാണെങ്കിലും ഈ കല്യാണ രാഗത്തിൽ ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കോമ്പസിഷൻ കേട്ടോ. ദാസേട്ടൻ പാടിയാണ്. ഫിലിമും നല്ല ഫിലിമാണ്, മ്യൂസിക്കൽ പടമാണ്. അത് കാണണം കേട്ടോ. എല്ലാം നല്ല പാട്ടുകളാണ്. പൂമാലൈ വാങ്ങി വന്താൻ പൂക്കൾ ഇല്ലയേ ദിനം ദിനം പൂമാലൈ കേട്ടോ. കാനഡയിൽ വെച്ച് പിടിച്ചിട്ടുണ്ട്. അതണ്ണി തൊട്ടി തേടി വന്ന കണ്ണുക്കുട്ടി ഞാൻ അസൂര്യൻ വഴുക്കിച്ചത്തിൽ വീഴുന്നത് മാമി ഏകണ്ണ കട്ടി കാട്ടിലെ വിട്ടത് സാമി 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 സാറായത്ത്. അത് പറ്റ കൂത്തന്ന ഊത്ത് ജന്നലത്താൻ സാത്ത് സാറായത്ത് ഊത്ത് ഉൻ ജന്നലത്താൻ സാത്ത് അതണ്ണി തൊട്ടി തേടി വന്ന കണ്ണുക്കുട്ടി ഞാൻ. ഇത് ഞാനൊരു പാട്ടുണ്ട്. ഇതൊക്കെ ഉള്ളത് ആ പാട്ടുകാരൻ്റെ അതപ്പനാണ്. അഭിനവോ? ഓ ലാൽ. ഓക്കെ ഓക്കെ. അല്ല ഈ പാട്ടുകളൊക്കെ അതിലുള്ളതാ മക്കളെ കേട്ടോ. എനിക്ക്
നാനൊരു ചിന്ത് കാവടി ചിന്ത് രാഗം പുരിയവില്ല. ഇതാരോ പാടിയതാ, സർഗ പാടി. സർഗ ചേച്ചി അല്ലല്ല, ഞാൻ എല്ലാ പാട്ടുകളും അതിനകത്താണ്. പാടറിയേൻ പഠിപ്പറിയേൻ പള്ളിക്കൂടം താനറിയേൻ ഏടറിയേൻ എഴുത്തറിയേൻ എഴുത്തുവക നാനറിയേൻ എട്ടില എഴുതവില്ല എഴുതി വച്ച് പഴക്കമില്ല ഇലക്കണം പഠിക്കവില്ല തലക്കണമോ എനക്ക് ഇല്ല പാടറിയേ പഠിപ്പറിയേ ആ പള്ളിക്കൂടം താനറിയേ ഏടറിയേ എഴുത്ത് വഹനാനറിയേ. കേട്ടോ, നമുക്ക് അത് ചിത്ര ചേച്ചിക്ക് വേണ്ടി നമ്മൾ National award നാഷണൽ അവാർഡ് കിട്ടിയ പാട്ട്. കാര്യം ഇത്രയും നല്ല പാട്ടുകളുള്ളപ്പോൾ നിങ്ങൾ ആ ഫിലിം കാണണ്ടേ. നമ്മുടെ സൂര്യ ഇഷ്ടമാണ് മക്കളെ, തമിഴ്നാടൻ ഇഷ്ടമാണ്. ഇഷ്ടമാണോ? എത്ര ഇഷ്ടമാണ് മക്കൾക്ക് സൂര്യ? ഇത്രയാണോ? ഇത്രയാണോ അതോ ഇത്രയാണോ? ഇത്ര എത്ര. ആ സൂര്യയുടെ അച്ഛനാണ് ഇതിൽ അഭിനയിച്ചേക്കുന്നത്. കാണുക, ഹാൻസം മാൻ, വെരി നൈസ്. അത് മാത്രമല്ല, ഒരു ചീത്തപ്പേര് സിനിമയിൽ കേൾപ്പിക്കാത്ത ഒരു മനുഷ്യനാണ് ശിവകുമാർ സാർ. കേട്ടോ, മക്കൾ കാണും. അത്രേ ഉള്ളടാ മുത്തേ. ഈ പാട്ടിനെ പറ്റി പറഞ്ഞില്ലല്ലോ. You didn't. രാഗങ്ങൾ തലക്കേറിയുണ്ടല്ലോ മക്കളെ, ഇത് ചില ഏരിയകൾ ഇപ്പോൾ എന്താ പറയണ്ടേ മോളെ, ആ തുളസി അതൊക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി വരാം. പിന്നെ ആ പ്രതിമധ്യമത്തിലേക്ക് അനുപല്ലവിന് ചരണത്തിലും വരുന്നത് കുറേ കൂടെ സുഖമാകാമെന്ന് തോന്നി. മക്കളൊന്ന് പാടാമോ? തുളസി പൂവിലും പുള്ളി മഞ്ഞിൻ വെണ്ണ നീതിച്ചു പുലരി കൈകളിൻ നെറ്റിയിൽ കുങ്കുമം തൊട്ടോ. ഓക്കെ മോളെ, അത് മോളെ ആനന്ദ്, അത് ഏതാ അനുപല്ലവിയാണോ? അനുപല്ലവി. അതൊന്ന് പാടാമോ മക്കളെ? മോളെ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കുറച്ചും കൂടെ എനിക്ക് ഒന്നും കൂടെ കേൾക്കാനാ. ആനന്ദ കണിവിളക്കിലൊരായിരം കതിരുമായി പിൻവിളക്കുകൾ തൂമണ്ണിൽ പൊൻകണങ്ങൾ തൂവി. മോളെ എന്താ തോവിന്നോ? തൂവി. അത് തോവിന്നാ കേൾക്കുന്നത്. നീന തൂവി തൂവി തൂവി. അടുത്തത് നാളങ്ങൾ സുകൃതമായി തെളിഞ്ഞു നിൽക്കേ. ആ മായിലേക്ക് വരുന്നത് നല്ലത്. ഇതാ ഞാൻ പാടാൻ പറഞ്ഞ മോളത്. തെളിഞ്ഞു നിൽക്കേ. ഓക്കെ, അത് ശരിയായിക്കൊണ്ടാ മതി മോള്. അതുപോലെ അടുത്ത പൂ തുടങ്ങുന്ന എപ്പോഴും നീ അത് നല്ല ചമ്മന്ന് കേൾക്കണം. കേട്ടോ മോളെ, ആ കേൾക്കാൻ നല്ലതായിരുന്നു. ഇതേ ഉള്ളൂ അതിനകത്ത്. കേട്ടോ മോള്, കഴിഞ്ഞതിനേക്കാളും ബെറ്റർ ആയിരുന്നു മുത്തേ. ഉറപ്പായിട്ടും 100% ഉറപ്പ്. ഹായ് ദിയക്കുട്ടി. ഇന്ന് നല്ല ദിയ പോലെ തന്നെ തെളിഞ്ഞാണ് മോള് പാടിയത്. അതായത് ആ ചിരിയെ നല്ല ആയത്തിന് ഇങ്ങനെ എന്നൊക്കെ ഞാൻ ചിരിച്ചേ പാടുള്ളൂ എന്നുള്ളൊരു ഇല്ല, അങ്ങനെ അവള് വന്നത് തന്നെ. ഞാൻ ഇന്ന് അത് അപ്ലൈ ചെയ്യും, അതെന്തായാലും ചെയ്യുന്ന രീതിയിലാണ് മോള്. അത് ഭയങ്കര നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മോള് ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. ഇപ്പം ശ്വാസത്തിന്റെ കാര്യമാണെങ്കിലും ബ്രത്ത് എടുക്കുന്ന കാര്യമൊക്കെയാണെങ്കിൽ മോള് ഭയങ്കര ഡെലിബറേറ്റ് ആയിട്ട് ശ്രദ്ധിച്ചു. അത് നല്ലൊരു കാര്യമാണ്, നല്ലൊരു പോയിന്റാണ്. അതാണ് ഇനി അങ്ങോട്ട് മോള് ചെയ്യേണ്ടത്. എന്തൊക്കെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുമോ നെക്സ്റ്റ് പെർഫോമൻസിൽ റെക്ടിഫൈ ചെയ്യുക. ബാക്കി സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മോളുന്നു ആ ഒരു എല്ലാം കുറച്ചും കൂടെ ഭാവത്തിലും കുറച്ച് ശ്രുതി ചേർന്നൊക്കെ പാടുക. അത്രയേ ഉള്ളൂ കേട്ടോ. അതർവൈസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. എന്തോ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഫാർ ബെറ്റർ ആണ് കേട്ടോ ഇപ്രാവശ്യം പാടിയത്. വെരി ഗുഡ്, നല്ല ശബ്ദം, നന്നായിട്ട് പാടി. ശരത്തേട്ടൻ പറഞ്ഞത് തന്നെയാണ് ഞാനും എഴുതി വെച്ചിരിക്കുന്നത്. തുളസിപ്പൂവിലും അതുപോലെ തൂവാനം, പിന്നെ ആനന്ദ അതും, പിന്നെ പൂവരമ്പിൽ എല്ലാം പാടിച്ചു. അതൊക്കെ മോളൊന്ന് ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. പിന്നെ അവസാനമായപ്പോൾ തൊണ്ട ഒന്ന് ഡ്രൈ ആയി അല്ലേ?
ഇല്ലേ? ഓർക്കുന്നില്ല. പാട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്ര പാട്ട് നേരമായില്ലേ കഴിഞ്ഞിട്ട് ഷാനിക്ക? അരമുക്കാൽ മണിക്കൂർ ആയല്ലോ. അല്ല, അത് കഴിഞ്ഞ ഡീക്കേഡിൽ നടന്നതാണ്. അത് ചോദിക്കുന്നതിനൊരു മര്യാദ. ഐ എം സോറി. പാട്ട് Okay, it's കഴിഞ്ഞിട്ട് ഇത്ര forgive me. നേരമായില്ലേ? അതെ, അപ്പൊ അതാ പ്ലീസ് അവള് ഫോർഗിവ് മീ മാൻ. അതിൻ്റെ ഇടയിൽ എനിക്ക് ചിരി വന്നത് നെയ്തലാമ്പൽ കടവിൽ നിന്നൊരു രാജഹംസം എന്നുണ്ടോ, പക്ഷെ കറക്റ്റ് ഹംസ ആയപ്പോഴേക്കും അവള് വിഴുങ്ങി വൃത്തെടുത്തു. നോക്കുമ്പോ രാജഹംസ മെല്ലെ വന്ന് ഹംസ, അത് ഏത് ഹംസയായിരിക്കും ഞാൻ എനിക്ക് മനസ്സിലായി. ആ ശ്വാസം എടുക്കാൻ ബെറ്റർ ഉണ്ട് അതെ, കഴിഞ്ഞു. പക്ഷെ രാജഹംസം ഹംസയായിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് രാജഹംസത്തെ നമുക്ക് ഹംസ എന്ന് വിളിക്കാം. അതെ, തൽക്കാലം. അത്ര മാത്രം. ടുവേർഡ്സ് ദി എൻഡ് ത്രോട്ട് ഒന്ന് ഡ്രൈ ആയി, പിന്നെ അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി അതർവൈസ് നന്നായിട്ട് തന്നെ പാടി മോളെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ദിയമോൾ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ മോള് പറഞ്ഞോ? ഇല്ലില്ല. അതിനുള്ള ടൈം കിട്ടിയില്ലല്ലോ. ഇതാ ടൈം തരുന്നു, പറഞ്ഞോളൂ. മ്യൂസിക് ബോംബെ രവി സർ, ലിറിസിസ്റ്റ് കൈതപ്രം തിരുമേനി, പാടിയത് ചിത്രാമ്മ, പടത്തിന്റെ പേരും കൂടെ വിദ്യാരംഭം. ആ സമയത്തൊക്കെ എത്ര ഡൈവേഴ്സ് സബ്ജക്ട്സ് വരുമായിരുന്നു അല്ലേ? പിന്നെ അപ്പൊ ആ സമയത്ത് എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല, സബ്ജക്റ്റിനായിരുന്നു ആ സമയത്തൊക്കെ ഭയങ്കര വാല്യൂ. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് കുറ്റമായിട്ട് പറയല്ല, ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ട്രെൻഡിലാണ് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത 10 പടങ്ങൾ. ഒരു ത്രില്ലർ ഇറങ്ങിയാൽ ഒരു 10 ത്രില്ലേഴ്സ് ആയിരിക്കും അതിന്റെ പുറകെ. പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു കാലഘട്ടം. അങ്ങനെ ഒരു ഹീറോ ഡോമിനേറ്റിംഗ് പരിപാടിയോ ഹീറോയിൻ ഡോമിനേറ്റിംഗ് പരിപാടിയോ ഇതൊന്നുമില്ല. ഒരു കഥയാണ് ആ സമയത്ത് ഹീറോ. അത് ഒരു സംഭവം തന്നെയായിരുന്നു. ഇപ്പൊ കോമഡി ആണെങ്കിൽ കോമഡി, ഇപ്പോഴും നമ്മൾ പഴയ കാലത്തെ കോമഡി പറഞ്ഞല്ലേ നമ്മൾ ചിരിക്കാറും പിന്നെ എന്തെങ്കിലും കളിയാക്കുന്നുണ്ടെങ്കിൽ പഴയ കാലത്തെ കോമഡി അല്ലേ പറയണേ. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ക്രിഞ്ച്. ഒരു കാര്യം പറയാൻ പറ്റില്ല. അതെ, ഒരു കാര്യം പറയാൻ പറ്റില്ല. എന്ത് പറഞ്ഞു കഴിഞ്ഞാല് ക്രിഞ്ച്. അത്രേ ഉള്ളൂ മോളെ. ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ ശരത് സാർ, നമ്മളെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഹരിചന്ദനം തൊട്ടു നമ്മൾ പാട്ടിലില്ലേ, ഹരിചന്ദനം തൊട്ടു എന്നുണ്ട്. അത് ഹരി ചന്ദനം തൊട്ടു എന്നാണോ ഹരിചന്ദനം തൊട്ടു എന്നാണോ? ഹരി വേറെ എവിടെയോ ഷോ ചെയ്യാൻ പോയിരിക്കല്ലേ, അവിടെ നിന്ന് ചന്ദനം തൊട്ടു എന്നുള്ള അറിയാം. ഞാൻ ശരിയാവില്ല മത്സരിച്ചിട്ട് നടക്കും. അത് എണീറ്റ് പോയത് ഞാൻ ഫോർ ഷാൻ ഓൺലി. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നീ ചന്ദനം തൊട്ടോടാ ഇന്ന്? പറമോളെ കേക്കട്ടെ, ഹരിചന്ദനം ഒറ്റ വാക്ക. അപ്പൊ അങ്ങനാണെങ്കിൽ ഹരിചന്ദനം എന്താണ് അറിയാമോ മോക്ക്? അറിയില്ല. നല്ല ചന്ദനാണോ? നല്ല ചന്ദനം അത് അങ്ങനെ എന്താ? നല്ല ചന്ദനം വീരപ്പൻ അരിച്ചു തരുന്നത്. മക്കളെ, ഹരിചന്ദനം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ മഞ്ഞ നിറത്തിലുള്ള ചന്ദനം, അതാണ് ഹരിചന്ദനം കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞുതരും. താമര, അല്ലി, നിലാവ്, രക്തചന്ദനം, പിന്നെ കൽപ്പവൃക്ഷങ്ങളിലും ഒന്നാണ്. അപ്പോൾ അത് നമ്മൾ ഈ പാട്ടിന് എന്താണോ നമുക്ക് അർത്ഥം എടുക്കേണ്ടത് അതങ്ങോട്ട് എടുക്കുക കേട്ടോ. അറിയാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. താങ്ക് യു മോളെ. മക്കൾക്ക് ഞാനൊരു 8.7 തരുന്നു. താങ്ക് യു ശരത് സാർ. ഷാനിക്ക മുത്തേ, എന്തോ ഞാൻ മോൾക്ക് ഒരു 8.8 തരുന്നു. താങ്ക് യു ഷാനിക്ക. സോ ടോട്ടൽ 17.5. അടിപൊളി. ഓക്കേടാ, ഓൾ ദ ബെസ്റ്റ്.